ഹായ് ഫ്രണ്ട്സ്, ഞാൻ നോക്കാൻ പോകുന്നത് ആരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത് എന്തുകൊണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, നൈറ്റ് ഓഫ് സോർഡ്സ്, strength, nine of wands, knight of wands, three of wands, page of cups, eight of pentacles, knight of cups. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അത്രയും അറിയാവുന്ന, നിങ്ങൾ ഒരു സമയത്ത് സ്നേഹിച്ചിരുന്ന, വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി എന്നാണ് കാണുന്നത് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അത്രയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തി തന്നെ ആയിരിക്കും. കുറച്ച് പേർക്ക് നിങ്ങളെ അറിയാവുന്ന ഒരു വ്യക്തി. അപ്പോൾ അവർ എന്തുകൊണ്ട് നിരീക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. അതായത് നിങ്ങൾ വളരെ വേഗത്തിൽ സക്സസ് ആവുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. മേ ബി നിങ്ങൾ അതിനു വേണ്ടി ഒത്തിരി പ്രയത്നിച്ച്, ഒത്തിരി കഷ്ടപ്പെട്ട്, നിങ്ങൾ ഒത്തിരി എഫർട്ട് ഇട്ടിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയത്. ചിലപ്പോൾ അത് ജോലിയിലായിരിക്കാം, കരിയറിലായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ആയിരിക്കാം. പക്ഷേ അതിൽ നിങ്ങളെടുത്ത സ്ട്രെയിനും സ്ട്രഗിളും നിങ്ങൾക്ക് മാത്രമേ അറിയൂ. പക്ഷേ ആ വ്യക്തിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഫാസ്റ്റാണ്, നിങ്ങൾക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ട് കിട്ടുന്നു, നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ സക്സസ് ആകുന്നു, നിങ്ങൾ ഒരിക്കലും ഇത് അർഹിക്കുന്നില്ല, നിങ്ങൾക്കിത് അർഹിച്ചതല്ല, അങ്ങനെ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടാൻ എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മേ ബി ആ വ്യക്തി ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവാം, റിലേഷൻഷിപ്പിലുള്ള വ്യക്തി ആയിരിക്കാം. പക്ഷേ അവരുടെ ഉള്ളിൽ അതാണ്. പക്ഷേ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ആ വ്യക്തി ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, കുറച്ച് പേർക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒരു ക്ലാരിറ്റി തന്നെ അറിയാമായിരിക്കും, നിങ്ങൾക്കും അറിയാമായിരിക്കും ഉള്ളിനുള്ളിൽ. സോ അങ്ങനെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ആ വ്യക്തിക്ക് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയെക്കാളും നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ലെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷേ നിങ്ങളോട് അത് ചിലപ്പോൾ പ്രകടിപ്പിക്കണമെന്നില്ല. നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെക്കാളും ഒരു പടി മുന്നോട്ട് പോകാൻ പാടില്ല, എപ്പോഴും ഒരു പടി താഴ്ന്നിരിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ അത്രയും നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നു, കുറച്ച് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് അവർ കരുതുന്നത്. അതുവഴി നിങ്ങൾ സക്സസ്സും ആകുന്നു എന്ന് അവർ കരുതുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ നിങ്ങളുടെ എത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നുണ്ടാവും. എത്രയൊക്കെ ഒരു സൈഡിലൂടെ വേദനിച്ചാലും നിങ്ങൾ പോകുന്നുണ്ടാവും. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് ആണ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ ആ വ്യക്തി മേ ബി നിങ്ങളോട് പറയുന്നുണ്ടാവാം, നിങ്ങൾ ഒട്ടും സ്ട്രോങ് അല്ല, നിങ്ങൾ ഭയങ്കര വീക്കാണ്, നിങ്ങളെക്കാളും ഞാനാണ് സ്ട്രോങ്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പറയുന്നവരും ഉണ്ടാവാം. കുറച്ച് പേര് അല്ലാതെ മൈൻഡിൽ തന്നെ വച്ചിരിക്കുന്നുണ്ടാവാം. പക്ഷേ അവർക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത്രയും സ്ട്രോങ് ആണെന്ന്. അതവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവരെക്കാളും ഒരു പടിയെങ്കിലും നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് അവർക്കുള്ളിൻ്റെ ഉള്ളിൽ അറിയാം. കാരണം നിങ്ങൾ എത്രയൊക്കെ സിറ്റുവേഷൻസ് വന്നിട്ടും അവിടെ തളർന്നു വീഴുന്ന മറ്റേത് വ്യക്തിയാണെങ്കിലും അവിടെ തളർന്നു തീർന്നു എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ നിന്ന് എണീറ്റ് ഇല്ല, എനിക്ക് മുന്നോട്ട് പോയേ മതിയാവൂ എന്ന് നിങ്ങൾ പോകുന്നുണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കും. കാരണം എനിക്ക് പോയേ മതിയാവൂ, എനിക്ക് വേറെ ആരെയും നോക്കി നിന്നാൽ എൻ്റെ ലൈഫ് ഓടില്ലെന്ന് കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടാവും. കുറച്ച് പേർക്ക് അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ തകരില്ല, എനിക്ക് മുന്നോട്ട് പോയേ മതിയാവുമെന്ന് നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മെൻ്റലി ഇമോഷണലി ഒക്കെ നിങ്ങളെ തളർത്താനും തകർക്കാനും ഈ വ്യക്തികൾ ശ്രമിക്കുന്നുണ്ടാവും. എന്നാൽ പോലും നിങ്ങൾ അവിടെ നിന്നെല്ലാം എണീറ്റ് മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിലും അവർ തകർന്നു പോകുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതും അവർ നിങ്ങളെ നിരീക്ഷിക്കാൻ ഒരു കാരണമാണ്.
പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് വാൺസ് ആണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഈ പറയുന്ന വ്യക്തികളും കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രഗിൾസ് തന്ന് നിങ്ങളെ ഒന്ന് ബാക്കിലാക്കാൻ അവരും കൂടെ തന്നെ ശ്രമിക്കുന്നുണ്ടാവും. അവിടെ നിന്നെല്ലാം എണീറ്റ് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു, എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരത്രയും ഒരു അസൂയയോടെ നിങ്ങളെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ നോക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവർ തന്നെ ശ്രമിച്ചാൽ പോലും അവരിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ. അങ്ങനെ നിങ്ങൾക്കുള്ളിൽ എന്താണ് ഇരിക്കുന്നത്? നിങ്ങൾക്ക് മാത്രം ഈ പവർ എവിടെ നിന്ന് കിട്ടുന്നു? എനിക്ക് കഴിയുന്നില്ലല്ലോ, എനിക്കിങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് അവർ കരുതുന്നുണ്ട്. അതും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ കാരണമാണ്. കാരണം റിലേഷൻഷിപ്പിലായാലും ഇത്രയും പ്രശ്നങ്ങൾ തന്നിട്ടും നിങ്ങൾ വീണ്ടും എണീറ്റ് നിന്ന് നിങ്ങൾക്കെല്ലാം ഫേസ് ചെയ്യാൻ കഴിയുന്നു. അതെങ്ങനെ കഴിയുന്നു? അപ്പോഴും നിങ്ങൾ മുഖത്തൊരു ചിരി കാണുന്നു. അതായത് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കരഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ അത്രയും ഉറക്കമില്ലാതെ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടാവാം, മേ ബി കുറച്ച് സമയമെങ്കിലും. പക്ഷേ അവർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഹാപ്പിയാണ്, നിങ്ങൾക്ക് എല്ലാം ഫേസ് ചെയ്യാനുള്ള ശക്തിയുണ്ട്, നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, നിങ്ങൾ ഭയങ്കര സക്സസ് ആണ്. അതവർക്ക് സഹിക്കാൻ കഴിയാതെ അവർ നിങ്ങളെങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ വന്നിരുന്ന നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇവിടെ നൈറ്റ് ഓഫ് സോർട്സും ആൾറെഡി പറഞ്ഞു. നൈറ്റ് ഓഫ് വാൺസും വീണ്ടും അത് തന്നെ വരുന്നത്. നിങ്ങൾ വളരെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയി പോകുന്നു. അതായത് 4 സൈഡിൽ നിന്ന് നിങ്ങൾക്ക് അറ്റാക്കും പ്രശ്നങ്ങളും എങ്ങനെയെങ്കിലും നിങ്ങളെ തകർക്കണം, നിങ്ങളെ സക്സസിനെ ഫെയിലാക്കണം എന്നൊക്കെ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ട് അവർക്കതിന് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് അവർ നിങ്ങളെ ഇങ്ങനെ ഫുൾ ടൈം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അവർ നിങ്ങളെ ഇത്രയും ചിലപ്പോൾ നിങ്ങളെ ഉള്ളുകൊണ്ട് നിങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും അവർ ഫുൾ ടൈം നിങ്ങളെ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കിങ്ങനെ എനർജി തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് സഹിക്കുന്നില്ല. അത് തന്നെയാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന 3 ഓഫ് വാൺസ് ആണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പ്ലാനിങ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത്, എല്ലാറ്റിനും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഐഡിയ ഉണ്ട്. നിങ്ങൾ ആ ഐഡിയ ഉപയോഗിച്ചത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവർക്കതിന് കഴിയുന്നില്ല, അവർക്ക് അത്രയും ടാലൻ്റ് ഇല്ല. നിങ്ങൾക്ക് അത്രയും ടാലൻ്റ് ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷേ അവർ നിങ്ങളോട് പറയും, ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായാൽ പോലും നിങ്ങളടുത്ത് പറയുന്നുണ്ടാവും, നിങ്ങൾക്കൊരു കഴിവില്ല, നിങ്ങളൊന്നിനും കൊള്ളാത്ത വ്യക്തിയാണ്, നിങ്ങൾ തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, ഞാനാണ് ശരി എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം നിങ്ങൾ അത്രയും ടാലൻറ്റഡും നിങ്ങൾ അത്രയും സ്ട്രോങ്ങും എല്ലാം ആണെന്ന് അവർക്കറിയാം. സോ അതും നിങ്ങളെ നിരീക്ഷിക്കാൻ ഒരു കാരണമാണ്. എനിക്കും അങ്ങനെ ആകണം, എനിക്കും നിങ്ങളെപ്പോലെ ആകണമെന്ന് അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന പേജ് ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾക്ക് എത്രയൊക്കെ സങ്കടങ്ങൾ എന്തൊക്കെ വന്നാലും നിങ്ങൾ എപ്പോഴും ഒരു പുതിയ കാര്യങ്ങൾ പഠിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്ത് അതുവഴി നിങ്ങൾ ഏൺ ചെയ്യുന്നു. അതുമാത്രമല്ല, നിങ്ങളെ ഒരു സൈഡിൽ കൂടെ എല്ലാ കാര്യത്തിലും ഒറ്റയ്ക്കാക്കണം, തകർക്കണമൊക്കെ എന്നൊക്കെ വിചാരിച്ചാലും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് വരും. ഒന്നുകിൽ നിങ്ങളോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാനായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്കായാലും എവിടെ നിന്നെങ്കിലും ഒരു സപ്പോർട്ടോ ഒരു സ്നേഹമോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നു. ചിലപ്പോൾ ഈ വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വ്യക്തികളെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങളിൽ നിന്ന് പിരിച്ചു വയ്ക്കാൻ വേണ്ടി ഇവർ പല കുപ്രചാരങ്ങളും ഗോസിപ്പും പല ബാക്കിൽ നിന്നുള്ള കളികളും നടത്തി അവരെ നിങ്ങളെ പിരിച്ചു വെച്ചാലും ഒരു സമയം വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു സപ്പോർട്ടുമായിട്ട് വരുന്നു. അതൊരു ആ ഈശ്വരൻ്റെ ഒരു സപ്പോർട്ടാണ്. ആ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി ചിലരെയൊക്കെ അയക്കുന്നതായിരിക്കാം. അതും അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, അതും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ ഒരു കാരണമാണ്. നിങ്ങളെ എങ്ങനെയെങ്കിലും തളർത്തി ഒറ്റയ്ക്കാക്കണമെന്ന് ആഗ്രഹിച്ചവർ നിന്നാലും എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ വരുന്നു. അതും നിങ്ങളെ നിരീക്ഷിക്കാൻ ഒരു കാരണമാണ്. ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്ന് അവർക്കറിയാം. പക്ഷേ എന്നാൽ പോലും അവർ പറയും, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിനക്ക് എന്താ പണി, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരിക്കും. ഇവിടെ ഫുൾ ടൈം അടിച്ച് പൊളിച്ചിരിക്കും. അങ്ങനെയായിരിക്കും അവർ പറയുന്നതും കാണിക്കുന്നതും. പക്ഷേ അവർക്കുള്ളിൻ്റെ ഉള്ളിലറിയാം നിങ്ങൾ അത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങൾ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്ത് അതുവഴി നിങ്ങൾ ഏൺ ചെയ്യുന്നു. നിങ്ങൾക്ക് സക്സസ് ആണ്, നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, നിങ്ങളുടെ ലൈഫിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അവർ കരുതുന്ന അത്രയ്ക്കൊന്നും കാണില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇങ്ങനെ ഒരു അസൂയയോടെ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇവർക്ക് ഇങ്ങനെ കിട്ടാൻ പാടില്ല, ഇവർക്ക് മാത്രം കിട്ടരുത്, എങ്ങനെയൊന്നും കിട്ടാതെ നിങ്ങളൊന്ന് താഴ്ന്ന ലെവലിലെത്തണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കൊണ്ട് തന്നെ അവരിങ്ങനെ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് മണിയോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യുന്നതൊക്കെ അവർക്ക് അത്രയും സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ആരെങ്കിലുമൊക്കെ വന്നാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി വന്നാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഈ 3 നൈറ്റ് വന്നിട്ടുണ്ട്. സോ പിന്നെ അവർക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ അട്രാക്റ്റീവ് പേഴ്സൺ ആണ്. നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നല്ല കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ
ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും അട്രാക്റ്റ് ആവുന്നുണ്ട് എന്ന് അവർക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരും ഒരു വാല്യൂ വച്ചിട്ടുണ്ട്, അവർക്ക് ആ വാല്യൂ ഇല്ല, അതും ഒരു കാരണമാണ്. പിന്നെ കുറച്ച് പേരൊക്കെ കരുതുന്നത് നിങ്ങൾക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങളുടെ ലൈഫ് നന്നായിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ ഫാമിലി, കുട്ടികൾ അവരെല്ലാവരും നന്നായിട്ടിരിക്കുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, അങ്ങനെ കരുതുന്നുണ്ട് കുറച്ച് പേർക്ക്. അങ്ങനെ നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ഭയങ്കര ലക്കിയാണ്, അതുകൊണ്ട് നിങ്ങൾ കുറേ പേര് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല നിങ്ങൾ കുറച്ച് റിച്ചാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ 1000 സ്ട്രഗിൾസ് ഉണ്ടാവും, പക്ഷേ അവർ അങ്ങനെ കരുതി നിങ്ങളെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ തന്നെ കുറച്ച് അവർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി മണിയുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി മണി നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ദിവസവും ഇങ്ങനെ മണി വന്നുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ എനിക്കത് കിട്ടുന്നില്ല, ഇവരെങ്ങനെ സക്സസ് ആകുന്നു, ഇവർക്കെങ്ങനെ ഇതെല്ലാം കിട്ടുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെപ്രാളം കൊണ്ടും നിങ്ങൾ അവരിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വരുന്നു, ഏത് സ്രോതസ്സിലൂടെയാണ് നിങ്ങൾക്ക് മണി വരുന്നത്, അത് എത്രയൊക്കെ ആണ്, എത്ര മണി നിങ്ങൾ ഏൺ ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര ഉണ്ട്, ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി അവർക്കൊരു ഒരു വെപ്രാളമായിരിക്കും. അതുകൊണ്ട് അവരിങ്ങനെ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങൾ എന്തൊക്കെ എഫർട്ട് ഇടുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങളെ അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഈ പറയുന്നവർക്ക് അതിനേക്കാളും മേ ബി നിങ്ങളെക്കാളും അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ അതിലൊന്നും ഫോക്കസ് ചെയ്യില്ല. അവർക്ക് നിങ്ങളുടെ കാര്യം അറിയണം. അതുകൊണ്ട് അവരിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നിങ്ങളെ നിരീക്ഷിച്ചും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചും നിങ്ങൾക്ക് എനർജി തന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്കിത് റെസണേറ്റ് ആയെങ്കിൽ ഒന്ന് കമൻറ്റിൽ ടൈപ്പ് ചെയ്യുക.